അങ്ങനെ ഞങ്ങൾ ഇന്ന് അസയായിട്ട് ശംഖുമുഖത്ത് വന്നിരിക്കുകയാണ്. ഭയങ്കര തിരക്കുണ്ട്. നമ്മൾ കൊണ്ട് പാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ വേറൊരു വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാണ്. അസ എവിടെയുണ്ട്? ആലക്ക് പനിയായാലും ആല വീട്ടിൽ ഒതുങ്ങിയിരിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലേ ആല? അസ നമ്മൾ എവിടെയാ പോണത്? ശംഖുമുഖത്താണോ? ശംഖുമുഖത്താണോ പോണത്? ശംഖുമുഖം ബീച്ചിൽ പോണം അല്ലേ? എന്നാ നമുക്ക് ശംഖുമുഖത്ത് യെസ് ഓക്കെ, എന്നാ ശംഖുമുഖത്ത് പോവാമേ. ഓക്കെ ഓക്കെ, ടാറ്റ പറയ് എല്ലായിടത്തും. ടാറ്റ പറയ്, ടാറ്റ പറ അസച്ചി, ടാറ്റ പറ. ആലടുത്ത് ടാറ്റ പറ. അവള് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ശംഖുമുഖത്ത് ഇറങ്ങിയാണ്. നല്ലൊരു വൈബാണ്. അസയം കൊണ്ട് ഇതപ്പം കണ്ടില്ല, രണ്ടുപേരും ഇറങ്ങിയിരിക്കുകയാണ്. അസ സച്ചി ഹായ് ടാറ്റ. അങ്ങനെ ശംഖുമുഖത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രാമേശ്വരം കിച്ചൺ കണ്ടു. പുതിയ കിച്ചനാണ്. അങ്ങനെ നമ്മൾ ഫുട്പാത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അസ ഇവിടെ കിടന്ന് വിളിക്കുകയാണ്. അസ ഭയങ്കര വിളിയാണ്. ആലയാണെങ്കിൽ തെന്നി മാറി മാറി നടക്കുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നല്ലൊരു വൈബാണ്, നല്ല തിരക്കുണ്ട്. ഇതിപ്പം എന്താണ് പറയണേ? അത് എൻ്റെ കയ്യിലാണ്. ഇനി വോയിസ് ഞാൻ ഒറിജിനലായിട്ട് ഇപ്പം വോയിസ് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഞങ്ങളങ്ങനെ കണ്ടുകൊണ്ട് പോകാമെന്നാണ്. അപ്പം അധികം ഞാൻ വോയിസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പം കുറേ കല്യാണം കഴിഞ്ഞ് കല്യാണമൊക്കെ നടക്കുന്നുണ്ട്. നമ്മളുടെ പഴയ ഓൾഡ് കോഫി ഹൗസ്, അതിൽ കൂടെ ഫുട്പാത്തിൽ കൂടെ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമ്മൾ ബീച്ചിൻ്റെ മെയിൻ സെൻറ്ററിൽ, ശംഖുമുഖത്തിൻ്റെ മെയിൻ സെൻറ്ററിലോട്ട് വന്ന് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. അവിടെ തന്നെ ഒരു കുതിര നിൽപ്പുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, ആലയരത്തൊക്കെ ചോദിച്ച് നീ കയറണുണ്ടാകുന്നു. അപ്പോൾ ഇല്ലെന്നാണ് പറഞ്ഞേ. പേടിയും നമുക്ക്. പക്ഷെ അസാക്ക് കുഴപ്പമില്ല. അസാക്ക് കയറാൻ ഭയങ്കര താല്പര്യം. അവർ ക്യൂരിയോസിറ്റി ആയിട്ട് അസ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട് കുതിരയെ. എന്നാൽ നമ്മളവിടെ കുറച്ച് നേരം കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് നമ്മൾ വേറെ ബീച്ചിലോട്ട്. ഒരു മണി ആ ടൈമിലൊരു 6 മണി ആയില്ല, 5:30-6 മണിക്കകത്ത്. അപ്പോഴാണ് നമ്മൾ ആ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആർച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റെജീൻ്റെ അടുത്ത് പറയുണ്ടായി, കേരള സർക്കാരിന് എന്ത് അനാസ്ഥയാണ്, ആർച്ചിത മറിഞ്ഞ് കിടക്കുകയാണ്. നമ്മളങ്ങനെ അതും പറഞ്ഞ് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കാഴ്ച കാണുന്നത്. ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണ് പെട്ടെന്നൊരു കാഴ്ച കണ്ടത്. പഴയ നമ്മുടെ പുളിമുട്ടായി, പൊരിയും കാരക്കയും ഇതെല്ലാം ഉള്ള ഒരു ഷോപ്പ് കണ്ടത്. പുളിമുട്ടായി എന്തോ വില? പുളിമുട്ടായി എന്തോ വില ചേട്ടാ? 50. ഇത് 50, അത് 30 അല്ലേ? ഇതൊക്കെ വേണോ? വേണ്ട, മാലിയാക്ക് വേണ്ട. അങ്ങനെ ആ ചേട്ടൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടിരുന്നപ്പോഴാണ് 2 കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് സൈക്കിളിൽ. അസാക്ക് അവിടെ ആ കുട്ടികളോട് കളിക്കണമെന്നൊരു താല്പര്യമുണ്ട്.
അത് അവിടെ ഇരുന്ന് നോക്കുകയാണ് ഇവരെന്താ ചെയ്യണേന്ന്. നമ്മൾ അവരെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ വീണ്ടും ബീച്ചിലോട്ട് തന്നെയാണ് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. നല്ലൊരു വൈബാണ് കേട്ടോ. ഫാമിലിയോടെ വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് വേണ്ട, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ശംഖുമുഖം. പിന്നെ നമ്മളധികം വരാറില്ല. പിന്നെ ഇപ്പം റജിയും അസായും ആലയും കൂടെ ഇപ്പോൾ ബീച്ചിലോട്ട് ഇറങ്ങുകയാണ്. ബീച്ചിലോട്ട് നമ്മൾ അങ്ങനെ നല്ലൊരു വൈബാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യാസ്തമയം കാണാൻ വേണ്ടി ഒത്തിരി പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പോയിട്ട് ബീച്ചിലിറങ്ങാൻ വേണ്ടി ഭയങ്കര അസാക്ക് ഭയങ്കര ഇതാണ്. അസാരടുത്ത് ചോദിക്കുകയാണ് ബീച്ചിലിറങ്ങുന്നുണ്ടോ ഇറങ്ങുന്നുണ്ടോ. ഓ ഓ ഓ എന്നൊക്കെ കാണിക്കുന്നു. അവൾക്ക് ഇറങ്ങാൻ ഭയങ്കര ഇതാണ്. മണ്ണിലൊക്കെ കളിക്കാൻ ഭയങ്കര, ഇപ്പം ആ ഒരു സ്റ്റേജ് ആയതുകൊണ്ട് മണ്ണിലൊക്കെ കളിക്കാൻ അവൾക്ക് ഭയങ്കര ഒരു ഇതാണ്, സന്തോഷമാണ് അവൾക്ക്. ഇവിടെയാണെങ്കിൽ നല്ല തിരക്കുണ്ട്, ഒരുപാട് പേരുണ്ട് ഇവിടെ. നല്ലൊരു സൂര്യാസ്തമയം. അങ്ങനെ ആലി അവിടെ കാല് നനയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിരിക്കുകയാണ്. ഇറങ്ങിക്കോ. ആ മുസ്ലിമിന്റെ അവിടേക്കാണ്. കുഴി ഒഴിക്കുക, ഇതാ കുഴി ഒഴിക്കുക അവിടെ. കുഴിക്ക് 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 അതാ കുഴിക്ക്. ആ കുഴിക്ക്. ആലയെ വിളിക്ക്, ആലയെ വിളിക്ക്, ആലയെ വിളിക്ക്. ആലതാ നിൽക്കണണ്ട. അതാ കിണർ കുത്തി ഇതാ മൊത്തം തോണ്ടി. കാക്കയെ വിളിക്കും, കാക്കയെ പക്ഷെ കാക്കയെ വിളിക്കും. കാക്ക കാക്കയെ ബാ. നമുക്ക് കുഴി ഒഴിക്കാം. വാ കുഴി ഒഴിക്കാം. അസാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്, ഈ മണ്ണിലൊക്കെ കളിക്കാനും. ഞാനാണ് അവിടെ നിന്ന് ഇപ്പം കുഴിയൊക്കെ കുഴിച്ചിട്ട് അവൾ അതിനകത്തോട്ട് ഇരുത്താൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്, ആ കുഴിക്കകത്തോട്ട് ഇരിക്കാനായിട്ട്. ഞാൻ അങ്ങനെ കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആലയാണെങ്കിൽ അവിടെ
തീരത്തിൻ്റെ അവിടെ കാല് നനയ്ക്കാൻ വേണ്ടി ഇരിക്കും. റജി അത് ഫോക്കസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും പോവും. ഇതേപോലെയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇരിക്കാനായിട്ട്. എന്നിട്ട് അവളെ മണ്ണിൽ ഇങ്ങനെ മൂടും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ തന്നെ ഇങ്ങനെ മണ്ണൊക്കെ എടുത്തിടും. അവൾക്കിപ്പം കളിക്കുന്നതൊക്കെ ഒരു ഭയങ്കര ഒരിതാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ മണ്ണിൽ മൂടി വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആലതാ ഓടി വരുന്നുണ്ട്. ആലതാ ഓടുന്നുണ്ട്. ശരി, മൊത്തം തന്നെ അങ്ങനെ ഞങ്ങൾ പാനിപൂരി, ആലിയക്ക് പാനിപൂരി വേണമെന്ന്, അസാക്ക് ചോളം വേണമല്ലേ? ഓക്കെ. നമ്മുടെ വിസിത്താത്താണെങ്കിൽ അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. ആലി